എയർ ഇന്ത്യ വിമാന അപകടത്തിൽ മരിച്ച 5 പേരെ കൂടി ഇന്ന് DNA മാച്ചിലൂടെ തിരിച്ചറിഞ്ഞു. രഞ്ജിതയുടെ DNA ഫലം ഇന്ന് 12 മണിക്കിറങ്ങിയ മെഡിക്കൽ ബുള്ളറ്റിനിലുമില്ല. ഇതുവരെ 220 പേരുടെ മൃതദേഹമാണ് തിരിച്ചറിഞ്ഞത്. ശരത് ലാലാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശരത് ലാൽ, ഇന്നും രഞ്ജിതയുടെ DNA ഫലം മാച്ച് ആയിട്ടില്ല എന്നുള്ളത് ഏറെ നിരാശാജനകമായിട്ടുള്ള കാര്യം തന്നെയാണ്. എങ്ങനെയാണ് അവിടെ ഈ DNA പരിശോധനാ ഫലം ഇപ്പോൾ ഏകദേശം അവസാന ഘട്ടത്തിലേക്കാണ് അത് നടക്കുന്നത്? രഞ്ജിതയുടെ കാര്യത്തിൽ എങ്ങനെയാകും ഇനി തീരുമാനം? സ്വാതി, ഇനിയും 48ഓളം വിമാനയാത്രക്കാരുടെ ഫലം ലഭിക്കാനുണ്ട്, DNA ഫലം ലഭിക്കാനുണ്ട്. രഞ്ജിതയെ കൂടാതെ തന്നെ മണിപ്പൂരിൽ നിന്നുള്ള എയർ ഹോസ്റ്റസ് അടക്കമുള്ള ഈ 14 മുതൽ 32 വരെ സീറ്റിലിരുന്ന വ്യക്തികളുടെ DNA ഫലമാണ് ഇപ്പോൾ ലഭിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മമായ പരിശോധന നടത്തേണ്ടി വരും. ഇന്ധന ടാങ്കിന്റെ മുകളിലാണ് ഈ സീറ്റുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വിമാന അപകടം ഉണ്ടായപ്പോൾ ഏറ്റവും കൂടുതൽ അതായത് അഗ്നിനാളം വിഴുങ്ങിയ സീറ്റുകളാണ് ഇത്. അതുകൊണ്ട് തന്നെയാണ് പല മൃതദേഹ അവശിഷ്ടങ്ങളും മിക്സ് ചെയ്തിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ പറയുന്നത്. അതുകൊണ്ട് തന്നെ DNA ടെസ്റ്റ് വളരെ കാര്യക്ഷമമായി നടത്തണം. എന്നാൽ അവസാനത്തെ വ്യക്തിയെ പോലും തിരിച്ചറിയുന്നവരെ DNA ടെസ്റ്റ് തുടരുമെന്ന് തന്നെയാണ് ആശുപത്രി സൂപ്രണ്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ DNA ടെസ്റ്റ് മാച്ചിന് വേണ്ടി സഹോദരൻ അവിടെ തന്നെ, അതായത് ആശുപത്രിക്ക് പുറത്തു തന്നെ കാത്തു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴും ഉള്ളത്. ഏതായാലും ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെയോടെ കൂടി ഒരു DNA ടെസ്റ്റ് വന്നേക്കാമെന്ന പ്രതീക്ഷയിലാണ് അധികൃതരും അതുപോലെ കുടുംബാംഗങ്ങളും. സ്വാതി. ശരി ശരത് ലാൽ, എയർ ഇന്ത്യ വിമാന അപകടത്തിൽ മരിച്ച 5 പേരെ കൂടി ഇന്ന് DNA മാച്ചിലൂടെ തിരിച്ചറിഞ്ഞു. രഞ്ജിതയുടെ DNA ഫലം ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ഇറങ്ങിയ മെഡിക്കൽ ബുള്ളറ്റിനിലും ഇല്ല.